ചെറുപുഴ കൃഷിഭവന്റെ നേതൃത്വത്തിൽ കാർഷിക പരിശീലന പരമ്പരയ്ക്ക് തുടക്കം കുറിച്ചു. ഒപ്പം എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ കെ രാഗി നിർവഹിച്ചു. പരിശീലന പരമ്പരയിൽ ആദ്യമായി കൂൺ ഉൽപാദനത്തിനുള്ള മാർഗനിർദ്ദേശങ്ങളും വിത്തുകളും കൈമാറി. നിരവധി കർഷകർ പരിശീലനത്തിൽ പങ്കെടുത്തു. ചെറുപുഴ കൃഷിഭവന്റെ നേതൃത്വത്തിൽ കാർഷിക പരിശീലന പരമ്പരയ്ക്ക് തുടക്കം കുറിച്ചു. ഒപ്പം എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ കെ രാഗി നിർവഹിച്ചു. പക്ഷെ അതിൽ നിന്ന് ഇപ്പോൾ നമ്മളിപ്പോൾ മാറി സൈബർ യുഗത്തിലാണല്ലേ. നമുക്ക് കമ്പ്യൂട്ടറിന്റെ മുന്നിൽ നിന്ന് എണീക്കാൻ സമയമില്ല, എല്ലാം ഓൺലൈനാണ്. അതോടൊപ്പം തന്നെ നമ്മളും ആ രീതിയിലേക്ക് മാറേണ്ടി വന്നു. ഇവർക്കറിയാം, രാവിലെ തൊട്ട് റിപ്പോർട്ടുകൾ ചോദിക്കും, അത് ചെയ്യണം. പിന്നെ അല്ല, നിങ്ങൾ തന്നെ പലരും PM കിസാൻ ഗുണഭോക്താക്കളൊക്കെ ആയിരിക്കും. കൃഷിഭവനിൽ പോകും, അത് പറഞ്ഞു കൊടുക്കണം. അതിൻ്റെ ഇടയ്ക്ക് കർഷകരുടെ ഫീൽഡിൽ പോകാൻ ശരിക്കും സമയം കിട്ടുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പിന്നെ ചെയ്യുന്നത്, നിങ്ങൾക്കെല്ലാം വാട്സപ്പ് ഗ്രൂപ്പ് ഇവിടെ കൃഷിഭവന്റെ നേതൃത്വത്തിലുണ്ട്. അതിലൂടെ സംശയങ്ങൾ ചോദിക്കുമ്പോൾ പറഞ്ഞു തരുമായിരിക്കും. അല്ലെങ്കിൽ കൃഷിയിടത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഇവരെ വന്ന് കണ്ട് ഇവർ ഫീൽഡിൽ വന്ന് നിങ്ങൾക്ക് അതിൻ്റെ എന്താണ് സൊല്യൂഷൻ എന്നൊന്ന് പറഞ്ഞു തരും. കൃഷി ഓഫീസർ P. അഞ്ജു അധ്യക്ഷയായി. പ്രഥമ പരിശീലന പരിപാടി ചെറുപുഴ നായനാർ വായനശാലയുടെ സഹകരണത്തോടെയാണ് സംഘടിപ്പിച്ചത്. കൂൺ കൃഷിയിൽ നൽകിയ പരിശീലനവും വിത്തുവിതരണവും പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം K. ദാമോദരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഈ കാർഷിക രംഗത്ത് ഒരു മാറ്റം വരുത്താൻ ഈ കൃഷി വകുപ്പിലെ ഈ ഉദ്യോഗസ്ഥരോട് നടത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ഈ ഉദ്യോഗസ്ഥരെ നമ്മൾ എത്ര പ്രശംസിച്ചാലും മതിയാവില്ല. സുരേഷ് കുട്ടൂർ എന്ന് പറയുന്നത് ഒട്ടനവധി പുരസ്കാരങ്ങൾ വാങ്ങിയ ഒരു ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ നമുക്ക് കാണാനിരിക്കുന്നേ ഉള്ളൂ. അത്രമാത്രം ജനങ്ങളോട് ഒത്തുനിന്ന് പ്രവർത്തിക്കുന്ന, കാർഷിക മേഖലയിൽ പുത്തൻ അറിവുകൾ നമുക്ക് പകർന്നു നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന അദ്ദേഹത്തോടൊപ്പമുള്ള കൃഷി ഓഫീസറും അതുപോലെ തന്നെ ഗീതാ മാഡം എല്ലാവരും തന്നെ നമ്മുടെ ഈ പ്രദേശത്തിന് ഒരു മഹാഭാഗ്യമായി കാണുകയാണ്. ഇനി എന്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. കൂൺ കൃഷി നിങ്ങളൊക്കെ അതിനുവേണ്ടിയാണ് നിൽക്കുന്ന അറിയാം. കഴിഞ്ഞ 10-15 വർഷക്കാലം ഈ രംഗത്ത് ഇരിക്കുന്ന ഒരാളാണ്. ചെറുപുഴയിൽ ആദ്യമായി ഇങ്ങനെയുള്ള കൂൺ പരിശീലന പരിപാടി നടത്തി ഒട്ടനവധി ആളുകൾക്ക് അതുമായി ബന്ധപ്പെട്ട പരിജ്ഞാനം കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അത് അന്ന് നടത്തിയത് ചെറുപുഴ ഗ്രാമീണ വായനശാലയാണ്. അതിൽ പങ്കെടുത്ത ആളുകളൊക്കെ ഇവിടെ ഉണ്ട് എന്നറിയാം. അതിനുശേഷം പല വർഷങ്ങളിലും ഇത് നടത്തി ഇപ്പൊ കുറച്ച് 2-3 വർഷമായി നടത്താൻ നിൽക്കുകയാണ്. ആ കുറവ് പരിഹരിച്ചുകൊണ്ട് നമ്മുടെ നായനാർ സ്മാരക വായനശാല രംഗത്ത് വന്നു എന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻ M. ബാലകൃഷ്ണൻ, കൃഷി അസിസ്റ്റന്റ് ഓഫീസർ സുരേഷ് കുട്ടൂർ, P. ശശിധരൻ, P. ഗീത, P. പത്മനാഭൻ, A. K. മാത്യു, K. V. ദാമോദരൻ എന്നിവരും സംസാരിച്ചു. പഞ്ചായത്തിലെ നിരവധി കർഷകർ പരിശീലന പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ. സ്വർണം പണയം വെക്കുക, കൂടിയ തുക വാങ്ങുക, എങ്ങനെയെന്നൊന്നും ചോദിക്കേണ്ട. നേരെ ക്യാപിറ്റൽ ഫിനാൻസിയേഴ്സിലേക്ക് വന്നോളൂ. കൂടിയ മൂല്യമുള്ള സ്വർണം പണയപ്പെടുത്തി കുറഞ്ഞ തുക വാങ്ങേണ്ട കാര്യമില്ലല്ലോ. ഇനി സ്വർണ്ണ പണയത്തിന്മേൽ കൂടുതൽ തുകയുമായി സംതൃപ്തിയോടെ വീട്ടിലേക്ക് മടങ്ങാം. മറ്റു ബാങ്കുകളിൽ കുറഞ്ഞ തുകയ്ക്ക് പണയത്തിലിരിക്കുന്ന സ്വർണം തിരികെ എടുത്ത് കൂടുതൽ തുകയ്ക്ക് പണയം വെക്കാം. സ്വർണ്ണ പണയത്തിന്മേൽ EMI തവണ വ്യവസ്ഥ സൗകര്യവും 25 വർഷത്തെ പാരമ്പര്യമുള്ള ക്യാപിറ്റൽ ഫിനാൻഷിയേഴ്സ് കരുവഞ്ചാലിലും ചെറുപുഴയിലും. കൂടിയ മൂല്യമുള്ള സ്വർണം വെച്ചിട്ട് കുറഞ്ഞ തുക ലോൺ എടുക്കണം. 1 പവൻ സ്വർണത്തിന് 48,000 രൂപ വരെ വായ്പ നൽകും. ഗ്രാമിന് 6,000 രൂപയും. സ്വർണം പണയം വെക്കാൻ ഇനി ഒട്ടും ബുദ്ധിമുട്ടേണ്ട. നേരെ ക്യാപിറ്റൽ ഫിനാൻഷിയേഴ്സിലേക്ക് വന്നോളൂ. ക്യാപിറ്റൽ ഫിനാൻഷിയേഴ്സ്, ഹെഡ് ഓഫീസ് കരുവഞ്ചാൽ, ബ്രാഞ്ച് ചെറുപുഴ. മൊബൈൽ 9495 953 291 9961 370 822.